ഹായ് ഓൾ. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മാലയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടത് ജംറിങ്, പിന്നെ ബേഡ്സ്, ചെയിന്, നൈലോൺ ത്രെഡ്, പിന്നെ ഹുക്ക്, ഇയർ ഹുക്ക്, ത്രോളിയസ് ലോക്ക് കേട്ടോ. അപ്പോൾ നമ്മളൊരു ജംറിങ് എടുക്കുക, എന്നിട്ട് അത് ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് ഒരു 6 ജംറിങ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, നന്നായി ശ്രദ്ധിക്കുക. ഒരു ജംറിങ് എടുക്കുക, അത് ഓപ്പൺ ആക്കുക, അതിലേക്ക് 6 ജംറിങ് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ ഓപ്പൺ ആക്കിയ ജംറിങ് ക്ലോസ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് നമ്മളത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതേപോലെ നിൽക്കും. നടുഭാഗത്ത് ഒരു ജംറിങ്, അതിന് ചുറ്റോടിയിട്ടും 6 ജംറിങ് കേട്ടോ. എന്നിട്ട് ഒരു ജംറിങ് മേൽ നമ്മൾ നൈലോൺ ത്രെഡ് കുറച്ചൊരു നീളത്തിലെടുത്തിട്ട് കട്ട് ചെയ്ത് ഒരു ജംറിങ് മേൽ നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ്. ഒരു തലഭാഗം, ഒരു അറ്റ ഭാഗം നമ്മൾ ഒന്ന് കെട്ടിക്കൊടുക്കുക, നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക കേട്ടോ. ഒരു ജംറിങ് മേൽ നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. അത് നടുവത്തെ ജംറിങ് മേലല്ല, നമ്മൾ 6 എണ്ണം കോർത്ത് കൊടുത്തതിലുള്ള ഏതെങ്കിലും ഒരു ജംറിങ് മേൽ നമ്മൾ ഈ നൂല് ഇതേപോലെ കെട്ടിക്കൊടുക്കുന്നത്. അപ്പം അതേപോലെ നടുവത്തേലല്ല കണ്ടോ, നമ്മൾ കോർത്ത് കൊടുത്ത 6 ജംറിങ് മേൽ ഒരു ജംറിങ് മേൽ. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ത്രെഡിൻ്റെ അറ്റഭാഗത്ത് മറ്റേ അറ്റഭാഗത്ത് നമ്മളൊരു ബീഡ് കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മളെ ഈ നൈലോൺ ത്രെഡ് ഒന്ന് കുറച്ച് കട്ടിയായി നിൽക്കാനേ ഒന്നെങ്കിൽ പശ തേച്ച് കൊടുക്കുക, നമ്മൾ ഗമ്മൊന്നാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇനി ആ ബീഡ്സ് കോർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അടുത്തുള്ള ജംറിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു കെട്ടിട്ട ജംറിങ്ങിൻ്റെ അടുത്തുള്ള ജംറിങ്ങിലേക്ക് കോർത്ത് കൊടുത്ത്, ഇനി നെക്സ്റ്റ് ഒരു ഇത് നമ്മൾ കോർത്ത് കൊടുക്കണം കേട്ടോ. ഒരു മുത്ത് കോർത്ത് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ അടുത്തുള്ള ജംറിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഈ ത്രെഡ് വലിച്ചെടുക്കുക. കണ്ടോ, ഇതേപോലെ. ഓക്കെ, അപ്പോൾ ഇതൊരു മോഡലായിട്ട് വരും. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു ബീഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അടുത്തുള്ള ജംറിങ്ങിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ത്രെഡ് എടുക്കുക കേട്ടോ. നല്ല ശ്രദ്ധിച്ച് നോക്കണം. ഇതേപോലെ അടുത്തുള്ള കണ്ടോ, ആ ഇടയിലേക്ക് ഇതിൻ്റെ ഇടഭാഗത്തേക്ക് ഈ ബീഡ് ആഡ് ചെയ്ത് പോകും കേട്ടോ. അങ്ങനെ നമ്മൾ 6 മുത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതേപോലെ പിടിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു മോഡലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 4 എണ്ണം നമ്മൾ കോർത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ 6 ബീഡ് നമ്മൾ കോർത്ത് കൊടുത്തിട്ട് നമ്മൾ കെട്ടിട്ടില്ലേ, ഫസ്റ്റ് കെട്ടിട്ട ആ ജംറിങ്ങിൻ്റെ അടുത്ത് എത്തുമ്പോൾ ആ ജംറിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ബീഡ് ആഡ് ചെയ്ത് കൊടുത്ത് ആ ജംറിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ത്രെഡ് കോർത്തിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പൂവിൻ്റെ ഷേപ്പിലായി വരികയാണ് ഇത് ചെയ്യുക. നല്ല ഭംഗിയാണ് ഇത്. ഞാൻ പല കളറുള്ള ബീഡ്സാണ് ഉപയോഗിച്ചത്. നിങ്ങൾ ഒരു കളറുള്ള ബീഡ്സാണ് കയ്യിലുള്ള വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. കണ്ടോ, ഇതേപോലെ കോർത്ത് കൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്ത ആ ജംറിങ് ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ത്രെഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആഡ് ചെയ്ത് കൊടുത്ത് വലിച്ചിട്ട് നമ്മൾ അവിടെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടാണ് വേണ്ടി. ഏറെ വന്ന
ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തിട്ട് നമ്മൾ നൈലോൺ ത്രെഡ് ആകുമ്പോഴുള്ള പ്രശ്നം ഊരിപ്പോരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കത്തിച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ഒന്നൊന്ന് ജസ്റ്റ് കൈ പൊള്ളിക്കരുത്, ശ്രദ്ധിക്കുക. കണ്ടോ, ഇതേപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടിക്കുക. അപ്പോൾ ഇതൊരു പൂവ് മോഡൽ കിട്ടും. ഈ മോഡലിൽ തന്നെ നമുക്ക് പിന്നെ ഇത് 6 ബീഡ്സാണ് ഞാൻ ചെയ്തത്. പിന്നെ 5 ബീഡ്സാക്കി ചെയ്തിട്ട് അപ്പോൾ ഇതിലേറെ ചെറുതായി വരും. അത് ഞാൻ കമ്മലിന് 5 ബീഡ്സാക്കിയിട്ട് 2 ചെയ്തിട്ടുണ്ട്. ഇത് ഈ മോഡലിൽ ഒരു 3 ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുക കേട്ടോ. ഇതേപോലെ ഒന്ന് കത്തിച്ചിട്ട് കൈ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഈ മോഡലാണ് നമുക്ക് കിട്ടുക. ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. ഇതേപോലെ 6 ബീഡ്സ് വെച്ചിട്ടുള്ള 3 5 ബീഡ്സ് വെച്ചിട്ട് 2 ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ചെയിനിന്റെ നടുഭാഗം കട്ട് ചെയ്തിട്ടാണ് ഫസ്റ്റ് ബീഡ്സിൻ്റെ ഇത് ഞാൻ വെക്കണം കേട്ടോ. എന്നിട്ട് ഒരു സൈഡ് ഭാഗത്ത് ഉള്ള ഒരു ജംഗ്രിങ്ങിലേക്ക് മറ്റൊരു ജംഗ്രിങ് എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു ചെയിനും ഇതേ നമ്മൾ ചെയ്ത് വെച്ചില്ലേ ഈ ബീഡ്സിൻ്റെ അതും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് ക്ലോസ് ചെയ്യുക. നമ്മൾ മുകൾ ഭാഗത്തല്ല, നമ്മൾ സൈഡ് ഭാഗത്താണ്. സൈഡ് ഭാഗത്ത് ഉള്ള ഒരു ജംഗ്രിങ്ങിലാണ് നമ്മൾ മറ്റൊരു ജംഗ്രിങ് ആഡ് ചെയ്തിട്ട് അതിലേക്ക് ചെയിനും നമ്മൾ ചെയ്ത് വെച്ച ബീഡ്സിൻ്റെതും ആഡ് ആക്കി കൊടുക്കുന്ന കേട്ടോ. കണ്ടോ, ഇതേപോലെ. ഇനി അതേ ഇതിൽ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റിലുള്ള ജംഗ്രിങ്ങിൽ മറ്റൊരു ജംഗ്രിങ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെയിനും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഒരേ കളറുള്ള ബീഡ്സ് വെച്ചിട്ട് ചെയ്യുക കേട്ടോ. ഞാനിതൊരു കളർഫുൾ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത 2 ഏത് ഭാഗത്താ വേണ്ടത് വെച്ചാൽ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ടാണോ അല്ലെങ്കിൽ എടുത്തായിട്ടാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ 2 സൈഡിലും നമ്മൾ ഇതേപോലെ ഈ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ഈ ഒരു മോഡലാണ് നമുക്ക് കിട്ടുക. ഇനി ചെയിന് എത്ര നീളമാണ് വേണ്ടത് വെച്ചാൽ ആ നീളത്തിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തിട്ട് അതിന്റെ ഓരോ അറ്റഭാഗത്ത് ജംഗ്രിങ് ആഡ് ചെയ്ത് കൊടുക്കുക, മറ്റേ ഭാഗത്ത് എസ് ലോക്കും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്ര ഉള്ളു, വളരെ സിമ്പിളാണ്. എല്ലാവരും ചെയ്ത് നോക്കുക, ചെയ്തിട്ട് വർക്ക് സെൻഡ് ആക്കി തരട്ടെ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഒറ്റ കളറ് നമ്മളെ കയ്യിലുള്ള ഏത് ബീഡ്സ് ആണ് കയ്യിൽ വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ. ഈ ഒരു മോഡലിലാണ്. ഇനി നമുക്ക് ഇയർക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇയറിന്റെ ഇതിലും നമുക്ക് ഏത് ഭാഗത്താ തൂക്കിയിടേണ്ടത് വെച്ചാൽ ആ ഭാഗത്ത് നമ്മൾ ജംഗ്രിങ് ആഡ് ചെയ്ത് കൊടുക്കുക. ജംഗ്രിങ് ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് ഇയർക്ക് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു ഭാഗത്ത് നമ്മൾ ഉള്ള ജംഗ്രിങ്ങിൽ മറ്റേ ജംഗ്രിങ്ങിലേക്ക് നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അത് ലോക്ക് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ് ഇത്. ഈ മോഡല് നമ്മളെ കയ്യിലുള്ള ഇയർക്കിന്റെ ബേസുമലും നമുക്ക് ഒട്ടിച്ചും കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എല്ലാവരും വർക്ക് ചെയ്ത് കൊടുക്കുക, സെൻഡ് ആക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ്, മാലയാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു പൂവ് മോഡലായിട്ട് വരും. നമ്മൾ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതേപോലെ എല്ലാവരും ചെയ്യുക. മക്കളെ ഡ്രസ്സിനനുസരിച്ച് സ്കൂളിൽ ഇതിനൊക്കെ എല്ലാവരും വർക്ക് ചെയ്ത് സെൻഡ് ആക്കുക.